റീമ എന്ന എൻ്റെ ക്യാരക്ടറിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വർഷ ഒരു മോഡേൺ ഔട്ട്ലുക്കുള്ള വളരെ ബോൾഡായ പാർട്ടിയിങ്ങും ഫ്രണ്ട്സും ഒരു അടിച്ചുപൊളി ലൈഫ് സ്റ്റൈലും ഇഷ്ടപ്പെടുന്ന ആ ഒരു ഭാഗത്തിനൊപ്പം തന്നെ ഇപ്പോൾ ഒരു സെറ്റ് മുണ്ടും മുല്ലപ്പൂവും വടക്കുന്നാഥൻ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന പൂരങ്ങളും തായമ്പകയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സൈഡ് ഉണ്ട് എനിക്ക്. ഐ തിങ്ക് അത് ഡോമിനേറ്റ് ചെയ്ത് ശരത്ത് അമ്മണി വരും, മറ്റേ സൈഡ് ഡോമിനേറ്റ് ചെയ്യുമ്പോൾ വർഷ വരും എന്ന് മാത്രം. മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ നാടനായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നുള്ളതല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്ന റോൾസ് വരണം. ഇപ്പോൾ ഞാൻ തന്നെ ഒരു 5 റോൾസ് അടുപ്പിച്ച് മോഡേൺ ആയിട്ടുള്ള ബോൾഡ് ക്യാരക്ടേഴ്സ്, ദ സെയിം തിങ്. എനിക്ക് ബോറടിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നെ കാണുന്ന ഒരു ഓഡിയൻസിന് ബോറടിക്കും. അവരെന്നെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് കാണാനുണ്ടെങ്കിലല്ലേ അവർ കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് വാങ്ങി എന്നെ കാണാൻ വരേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് എൻ്റെ ഓഡിയൻസിനോടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എനിക്ക് ഒരു കോൺഷ്യസ് ആയിട്ട് എനിക്ക് എഫേർട്ട് എടുക്കണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് വരുന്ന മൂവീസിൽ നിന്ന് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഐ ഹോപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് തരണേ എന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ. ഒരുപാട് ഓഫേഴ്സ് വന്നിരുന്നു. ഞാൻ ആരാ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് ഓഫേഴ്സ് വന്നിരുന്നു. പക്ഷെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് നല്ലൊരു ഡയറക്ടർ, എനിക്ക് കാണാൻ ഇഷ്ടമുള്ള മൂവീസ് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സ് നിന്നുള്ളൊരു ഓഫർ വന്നാൽ ചെയ്യാം എന്ന് എന്നാൽ മാത്രമേ ചെയ്യൂ എന്നുള്ളൊരിതിൽ ഞാൻ ഇരുന്നിരുന്നത്. അപ്പോഴാണ് ഞാൻ ഫസ്റ്റ് സൈൻ ചെയ്യുന്നത് ലാൽ സാറിൻ്റെ മൂവിയാണ്, മഴയെ വരപ്പോകുന്നത് എന്നുള്ള തമിഴ് മൂവിയാണ് ഞാൻ ഫസ്റ്റ് സൈൻ ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഗോട്ട് പോസ്റ്റ്പോൺഡ്. അത് കഴിഞ്ഞിട്ടാണ് ശ്യാം സാർ എന്നെ വിളിക്കുന്നത്. ശ്യാം സാർ എന്നെ സെലക്ട് ചെയ്യുമായിരുന്നു എന്നാണ് ഐ തിങ്ക് ഐ ഷുഡ് സേ ദാറ്റ്. ഞാൻ ഒരിക്കലും ശ്യാം സാറിൻ്റെ മൂവി സെലക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ശ്യാം സാർ എന്നെ സെലക്ട് ചെയ്യുമായിരുന്നു. ആൻഡ് ഞാൻ റോള് കേട്ടു, ഫുൾ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഒരു റൺ ഓഫ് ദ നോർമൽ ഒരു ഹീറോയിൻ എന്നുള്ളതിനേൽ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിനെ എക്സ്പ്ലോർ ചെയ്യുന്ന, ഇന്നത്തെ സോഷ്യൽ കൾച്ചറൽ ഒരു എൻവയോൺമെൻറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മൂവി. ആൻഡ് ഇറ്റ് വാസ് എ വെരി ബോൾഡ് സ്റ്റെപ്പ് ഫോർ മീ ബിക്കോസ് എന്നെ പോർട്രേ ചെയ്യുന്നത് ഐ ഹാവ് നെഗറ്റീവ് ഷെയ്ഡ്സ് ഇൻ ദ മൂവി. അപ്പോൾ ഒരു ഡെബ്യൂ മൂവി എന്ന നിലയ്ക്ക് ഐ വാസ് അഫ്രെയ്ഡ് ഓഫ് എന്താ പറയുക, ഓഡിയൻസ് എന്നെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും, എന്തായിരിക്കും എന്നെനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഐ തിങ്ക് ഐ വാണ്ടഡ് ടു ടേക്ക് ദാറ്റ് റിസ്ക് ബിക്കോസ് എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഔട്ട് ഓഫ് ദ നോർമൽ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. സോ ഇറ്റ് വാസ് ഫൺ ഫോർ മീ. എനിക്ക് ഋതു സൈൻ ചെയ്ത് എൻ്റെ വെരി നെക്സ്റ്റ് ഡേ ആണ് ലാൽ സാറിൻ്റെ നീലത്താമരയുടെ മൂവി എന്ന മൂവിനെ കുറിച്ച് പറഞ്ഞെന്നെ വിളിക്കുന്നത്. ദ വെരി നെക്സ്റ്റ് ഡേ അതിൽ അഗൈൻ ഇറ്റ് ഈസ് നോട്ട് ദ മെയിൻ ക്യാരക്ടർ, ഇറ്റ് ഈസ് എ സപ്പോർട്ടിങ് ക്യാരക്ടർ. എനിക്ക് അതിൻ്റെതായ അപ്രഹെൻഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. പക്ഷെ ലാൽ സാർ പറഞ്ഞത് വളരെ സിമ്പിളായിട്ടൊരു കാര്യമാണ്. എം ടി വാസുദേവൻ നായർ എന്ന ഒരു റൈറ്ററിൻ്റെ ഒരു തൂലികയിൽ ജനിച്ച ഒരു കഥാപാത്രം ആവാൻ ഇപ്പം നിൽക്കുന്ന ന്യൂ കമേഴ്സ് പോട്ടെ, ഇപ്പം നിൽക്കുന്ന ഏതൊരു ആക്ടറിനാണെങ്കിലും ഒരു ഭാഗ്യമാണത്. അത് നിനക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് പറയുമ്പോഴാണ് ഇറ്റ് ഡോൺസ് ഓൺ യു എത്ര വലിയൊരു സംഭവമാണെന്നുള്ളത്. ലാൽ സാർ പറയുമ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ആൻഡ് എനിക്ക് പിന്നെ ആസ് ഐ ടോൾഡ് യു ഇറ്റ് വാസ് എ ഹ്യൂജ് ചാലഞ്ച്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരു റോൾ immediately after Ritu എന്ന് പറയുമ്പോൾ I thought it was a huge challenge for me. See, that is a question I ask myself. To be very, very frank, I really don't know. ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരിക്കലും മലയാളം ഇൻഡസ്ട്രി ആയാലും മലയാളം ഓഡിയൻസ് ആയാലും എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ടൂ തിൻ. സെക്കൻഡ് ഓഫ് ഓൾ എൻ്റെ കേർലി ഹെയർ വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ലുക്സാണ് എൻ്റെ. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ ഒരു മലയാളി ഓഡിയൻസ് എന്നെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ദ കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക് എനിക്ക് ഇത്ര ചുരുക്കം സമയത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ലവ് ആയാലും എനിക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരമായാലും ഇറ്റ്സ് ബീൻ ഇമ്മെൻസ്, വിച്ച് ഐ കുഡ് നോട്ട് ഇവൻ ഡ്രീം ഓഫ്. അങ്ങനത്തെ ഒരു സപ്പോർട്ടാണ് എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഐ റിയലി ഡോണ്ട് നോ. നമ്മളൊരു സ്റ്റേജിൽ ഒരു ലൈവ് ഓഡിയൻസിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനൊരു സെപ്പറേറ്റ് കൈൻഡ് ഓഫ് ടാലൻറ്റ്, ഇറ്റ്സ് എ സെപ്പറേറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കോൺഫിഡൻസ് ഇസ് ഇമ്മെൻസ്. അത് ചെറുപ്പം മുതലേ ഒരു സ്റ്റേജിൽ കയറി നിന്ന് ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ലാതെ ഞാനൊരു ഡാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു ബാംഗ്ലൂർ. അവരുടെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസസ്. ഐ തിങ്ക് ട്രാവലിംഗ് ആണ് ഒരു ഇൻഡിവിജ്വലിനെ ഒരുപാട് മോൾഡ് ചെയ്യാൻ സഹായിക്കുന്നത്. ട്രാവൽസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്ത് ഒരുപാട് ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസിനെ മീറ്റ് ചെയ്യാനും ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനും ഉള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വേൾഡ്ലി നോളജ് അല്ലെങ്കിൽ ട്രാവലിംഗ് എക്സ്പീരിയൻസസ് ഒക്കെ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ഇൻ സ്മോൾ വേസ് ടു മൈ ഹോൾ ക്യാരക്ടർ. ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം വാസ് നോട്ട് അറ്റ് ഓൾ പ്ലാൻഡ്. ഞാൻ ആ കൂടി ജീവിതത്തിൽ വിചാരിച്ചിട്ടുള്ളത് ആർട്ടിന് ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം. ഐ കാൺ ഡു എ 9 to 5 ജോബ് എന്നുള്ളത് എനിക്ക് വളരെ നേരത്തെ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഐ വാസ് വെരി പാഷനേറ്റ് അബൌട്ട് ഡാൻസിങ്. ഐ വാസ് വെരി പാഷനേറ്റ് അബൌട്ട് എനിത്തിങ് ക്രിയേറ്റീവ്. എനിക്ക് അതിലായിരുന്നു താല്പര്യം എന്നുള്ളത് ഐ ന്യൂ ഇറ്റ് ഫ്രം എ വെരി ഏർലി ഏജ്. But I didn't know I could take it up as a profession. But once I got to Bangalore, എനിക്ക് അവിടെ കിട്ടിയ എക്സ്പോഷറിൽ നിന്നാണ് I joined an Indian contemporary dance company and I traveled and I totally loved the experience. I totally loved the creative process that's involved. From selecting a theme, selecting a music, choreographing the whole thing, designing a costume for it, designing a makeup appropriate for that, and presenting it in front of an audience. I loved the creative process. So I was very happy where I was. അത് കഴിഞ്ഞിട്ട് when I was doing Takadimi or when I was doing a Miss Kerala, I was just looking for a new avenue to promote my dance company. Even then I was not looking at winning it, or I was just enjoying the whole process. Then it happened. Then I got a lot of media coverage and suddenly I was doing ads. Then suddenly I was getting calls from film directors and then I was acting. I was all over the place again. And now I finished 4 movies and I'm like, okay, yeah, I've done a lot of things suddenly. I don't know. It was not at all planned. See, even when I was eliminated at the semi-final level at the dance competition, or when I came, when I was first runner-up in Miss Kerala, I'm not saying I was not disappointed, okay? But I only thought, why didn't you try harder? എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഒരിക്കലും ഓക്കെ നൗ ലെറ്റ് മീ പ്രൂവ് ഇറ്റ് ഇൻ അനദർ സ്റ്റേജ് അങ്ങനെ ഒരു തോട്ടൊന്നുമില്ല. സി ഐ ലൈക്ക് ടു കീപ് മൈസെൽഫ് വെരി പോസിറ്റീവ്. സോ ഐ ജസ്റ്റ് വോണ്ട് എൻജോയ് what I'm doing right now. There is no vengeance or let me prove. അങ്ങനെയൊന്നുമല്ല. It is just about enjoying the process and being very positive about it. If you're talking about the contract, അതുണ്ട്. അത് പക്ഷെ അവർ ഒരിക്കലും ഫിലിംസിൽ അഭിനയിക്കരുതോ അങ്ങനെ ഒരു കോൺട്രാക്ട് ഒരിക്കലും മിസ് കേരളക്കാർ വെച്ചിട്ടില്ല. ഡെഫിനറ്റ്ലി നോ. ഇറ്റ് വാസ് ബേസിക്കലി ദാറ്റ് വി ഷുഡ് ഗോ ത്രൂ ദം എന്നുള്ള ഒരൊറ്റ ഇതേ കോൺട്രാക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇൻ മൈ കേസ് ഐ വാസ് എക്സ്ട്രീംലി ലക്കി ദാറ്റ് ദേ സംഹൗ അണ്ടർസ്റ്റുഡ് ദാറ്റ് I am like a free bird and it is difficult to keep me, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല എന്ന് മനസ്സിലാക്കിയതുണ്ട്. എന്താണെന്നറിയില്ല. ബട്ട് ഓൺ എ വെരി മ്യൂച്വൽ നോട്ട് വി അഗ്രീഡ് that we will annul the contract and with full respect to what I wanted, they actually let me go beyond the contract and go work with other event managers and directors. അതുകൊണ്ടാണ് ബാക്കിയുള്ളവർ പൊങ്ങി വരാത്തതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല കേട്ടോ. I think it is totally a personal choice though. Like Sri Tulasi, who was the winner when I was Miss Kerala runner-up, she wanted to do interior designing. She was based out of Abu Dhabi. She was here for her vacations and she did Miss Kerala because she wanted to. And then she won, but she always wanted to be an interior designer. So she went back to Abu Dhabi where her family settled and she carried on with her life. See, I think it was a very personal choice. And Anne Thomas, who was second runner-up, was in school at that time. She finished, I think she's just finishing her 12th now. Maybe she might get into movies later on. She might, but she wants to do her IAS. So I think they all have their own set goals in life. It is not that they didn't come up. Maybe they didn't want to come up. In this field, I'm saying. They wanted to do something else and I'm pretty sure they're very happy where they are. At the end of the day, I would want to be known as a good artist. Let it be dancing, let it be acting, let it be whatever I do tomorrow. I want to be known as a good artist who contributed to cinema in her own little way somewhere. Or who contributed to art in some way somewhere. It all boils down to that. It is not about being a dancer or an actress. But yes, at the end of the day, I would definitely want to reiterate the fact that it all started from dance. And I know an artist or an actor has a shelf life and
that I will definitely go back to dancing and it will all end there. So yes, dance അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ yes. But for your answer, I think I want to be known as a good artist, that's all. I think it's both ways. അതായത് ഐ ഡോണ്ട് നോ ഹൗ, ഇപ്പോൾ ലാൽ സാറൊക്കെ ഇപ്പോൾ ഈ മഴവര പോകുന്നതിന് വേണ്ടി സെർച്ച് ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. അതുമാതിരി നീലത്താമരയിലെ ഒരു ഫേസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി സാർ എത്രമാത്രം സെർച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആ ഒരു എഫേർട്ട് എല്ലാ ഡയറക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഐ എം 100% ഷുവർ യു വിൽ ഫൈൻഡ് മോർ ആക്ടേഴ്സ് ഇൻ കേരള, വെരി മച്ച് ഇൻ കേരള. പക്ഷെ അത് പറയുമ്പോൾ തന്നെ നമുക്ക് പറയേണ്ട വേറൊരു കാര്യം ഇസ് ദാറ്റ് there are a lot of people who have very wrong notions about the film industry and who are not ready to come forward to act. ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. So I think ആ ഒരു frame of mind മാറണം in the mind of the directors and in the mind of the local people who want, I mean, you know, aspiring artists who want to come forward. They should know that this is a field where, you know, it's pure talent that matters. എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരികയാണെങ്കിൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി ദർ ഇസ് ഇമ്മെൻസ് ടാലൻറ്റ് ഇൻ കേരള. പ്ലീസ് ലെറ്റ്സ് നോട്ട് സേ ഇറ്റ്സ് ബിക്കോസ് വി ഡോണ്ട് ഹാവ് ടാലൻറ്റ്. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ദാറ്റ്, ഡെഫിനറ്റ്ലി നോ. സി എനിക്കിപ്പോൾ മലയാളമായാലും തെലുങ്കായാലും തമിഴായാലും എവിടെ ചെയ്യുകയാണെങ്കിലും ഐ വോണ്ട് ടു ഡു ഗുഡ് സിനിമ. ആസ് ഇഫ് സി I know, I understand that the budget levels are different, the kind of money we get is different, but at the end of the day, the best movies are being made here. But now there is tough competition from the Tamil and the other industries. They're all moving beyond the commercial cinema viewpoint and they're going beyond that. So I think we really need to buck up എന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ I strongly believe Malayalam cinema is what gave me my first stage, gave me my first avenue. അതുകൊണ്ട് തന്നെ instead of just sitting back and blaming the industry all the time, I think we young stars who are coming into the industry should make an effort to change it. Like whoever's coming in, the young stars right now, you know, rather than just saying, okay, this industry is not going to work and moving out of it, maybe we should be the people who should bring about a change. I keep telling this everywhere. I think I'm God's chosen child in a lot of ways. അത് ഇതിൽ മാത്രമല്ല കേട്ടോ. I think I've had a very, very comfortable and happy life in all respects. അതുപോലെ തന്നെ ഇത് ഈ ഫീൽഡ് വന്നപ്പോഴും ഇറ്റ്സ് ടോട്ടലി കോയിൻസിഡൻ്റൽ. ഓക്കെ, ഞാൻ ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്കിത്ര വിയേർഡായിട്ട് തോന്നുന്നൊരു കാര്യം. All offers have come to me. I've had the liberty to say no and yes to a lot of things. Which I don't think a lot of newcomers have, you know. അതുകൊണ്ട് തന്നെ I think I'm extremely lucky. I really don't know. I don't have an answer for this actually. See, I think my parents gave up on me when my dad was an engineer and like all parents, they wanted me to be an engineer too. But I got into dancing and okay, there's this fact, okay. I was paid very little when I joined as a dancer. The very beginning, it was a very small salary. And the studio was 1.5 hours away from my home. So every single day, I used to travel 3 hours up and down just to get to my studio. I did that for 2 years. And my dad was like, okay, this babe is not giving up. And I was not earning a lot. But I used to totally love my profession, that I was ready to give up on all those things and stick to that. I think my parents kind of realized that, okay, maybe she really wants to do it. Okay, and then they were happy with it. I was traveling. Then I started earning much more. I was very comfortable. And then they were like, okay, this can be a profession. Okay, and then I started getting offers from the movies and everything. And my dad was, and at least my parents were quite sure that, okay, she's not doing it for a whim. She really likes this and she's doing it because she's passionate about it. So, yeah, so they kind of knew it and they let me be. And they're very happy that I'm happy today. That is what matters at the end of the day for them. You should tell me, what do you think? See, very frankly, അങ്ങനെ ഉണ്ടാവുക, even if it happens like that, it would be for
kids who have not seen the world, who do not know what happens around them. You know, they have not just seen their dad and mom, and they've been very cloistered upbringing. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു suddenly you're burst onto a huge platform where you're getting a lot of attention, and there's suddenly a lot of people around you, and they'll be like, okay, maybe I'm something great. എന്നൊരു ഇത് വരുന്നതായിരിക്കാം. I don't know, I really don't know, I'm just guessing, okay. But for me, I have always been in the midst of a lot of people. I've always traveled. I've always seen a lot of things. I've seen careers being made and coming down. And I think I've kind of know that this is all going to last only this much time. I know I'll have to. At the end of the day, I know it's just going to be my family, my close circle of friends, and my art. This is all that's going to remain. So it really does not have to go to my head. But I'm very stubborn about the kind of work I want to do. I'm very particular that this is the kind of roles I want to do. This is the limit I want to set for myself. This is the kind of clothes I want to wear. This is the kind of people I want to work with. And I'm very stubborn about that. If you are going to calculate that as arrogance, I will let it be. But this is how I want to do my work. I expect a lot of wins. I hope I'll be happy. I'll make sure I'll be happy. I work hard for what I want. So I'm very positive about what's gonna come.